പരിശുദ്ധ ഖുർആൻ, കൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹാർട്ട് ചെന്നിട്ട് പേരുള്ള യാസീൻ സൂറത്തിലെ വിശദീകരണമായിട്ട് ഞങ്ങ പഠിച്ചുകൊണ്ട് വന്നത്. ഉൽ ഖുർആനിൽ ഹക്കീം, ഉൽ ഖുർആനിൽ ഹക്കീം ചെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആനിക്ക് ഒരു ചേഞ്ചസും വേണ്ടില്ല. ഒരു ചേഞ്ചസ് ഒരാൾക്കും കുമ്പറിനും സാധ്യമല്ല. അങ്ങനത്തെ പരിശുദ്ധമായ ഖുർആന്റെ സത്യമായിട്ട് അള്ളാഹു വിഷയത്തിലുണ്ട്. ഞാൻ കുറെ സയന്റിസ്റ്റുമാർ, കുറെ ബുദ്ധിജീവിങ്ങ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിനിങ്ങനെ പഠിച്ചിട്ടാകുമ്പത്തുകൂ, അല്ലണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പഠിച്ചിട്ടാകുമ്പത്തുകൂ അങ്ങനെ പിന്നെ ഇസ്ലാം ധർമ്മ സ്വീകാരാക്കണകൂ ചമ്മെന്തും ടൈം പിടിച്ചിട്ടില്ലാച്ചുണ്ട്. കുറെ ഉദാഹരണമായിട്ട് ഞങ്ങൾ പഠിച്ചത് ഇതേപോലെ ആയിട്ട് പരിശുദ്ധ ഖുർആൻ എന്തും ഒന്നും ചൊല്ലാണ്ട് ബാക്കി വെച്ചിട്ടില്ല. ഏത് സയന്റിസ്റ്റുമാർ എന്തിനെ കണ്ടുപിടിക്കലുണ്ടായെങ്കിലും കണ്ടുപിടിച്ചതായെങ്കിലും സമ, ഇനി കണ്ടുപിടിക്കരുതെന്നുണ്ടായെങ്കിലും സമ, എല്ലാ വിഷയത്തെയും പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ടും അള്ളാഹുടെ ഗ്രന്ഥത്തിൽ അള്ളാഹു ചെന്ന് വെച്ചതാണ്. തായ്ലാൻഡിൽ ഒരു സയന്റിസ്റ്റുള്ള തെഹ്സൻ ചെന്നിട്ടായിട്ട് അതിലെ പേര്. അങ്ങനെ ഹിജരി അയച്ചുകൊണ്ട് 300 വർഷத்துக்கு മുന്നൂറ് കൂടെ സയൻസ് എന്തിനെ പഠിപ്പാട്ടിരുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യക്ക് അവിടെ നമ്പല ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിയപ്പാവട്ട് ആവിടെ സന്ദർഭത്തില് മനുഷ്യക്ക് അവിടെ നമ്പല എർച്ചിക അല്ല സ്കിന്നുക ചൊല്ലൊരു വിഷയ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എർച്ചിക നമ്പലവിടെമ അല്ല സ്കിന്നുക നമ്പലവിടെമ ഉണ്ട്. 300 വർഷத்துக்கு കൂടെ സയൻസ് പഠിപ്പാട്ടിണ്ടെന്ന് ചൊന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ എർച്ചികായിട്ടിക്കുന്ന നമ്പലവിടെ ഒരു ഇഞ്ചക്ഷൻ കുത്തുന്ന സന്ദർഭത്തില് എർച്ചികായിട്ടിക്കുന്ന നമ്പലവിടെ അവന്റെ സ്കിന്നുകളെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടന്നപ്പ ഈ തായ്ലാൻഡിലെ ചാർജൻ തെഹസൻ ചൊല്ലെ ഈ ഒരു സയന്റിസ്റ്റ് ഇതിന്റെ വിഷയത്തില് ഗഹനമായിട്ടും പഠിക്കണക്ക് തുടങ്ങിയിട്ടാകുമ്പത്തുക ലാസ്റ്റിക്ക് അയൽ ചുന്തു നാന് ഇത്ര വർഷ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചൊരു വിഷയ ഇത് വെറുതെയായി പോയി. യഥാർത്ഥത്തില് മനുഷ്യരുടെ സ്കിന്നുകായിട്ടിക്കുന്ന നൊമ്പലാവിടെ എർച്ചികല്ലാതെ ഒന്നിട്ടായിട്ടിക്കര അയാൾ കണ്ടുപിടിച്ചത്. മനുഷ്യരുടെ സ്കിന്നുകായിട്ടിക്കുന്ന നൊമ്പലാവിടെ ഇഞ്ചക്ഷൻ അടിക്കുമ്പോഴത്തേക്കു സ്കിന്നുകായിട്ടിക്കുന്ന നൊമ്പലാവിടെ അത് എർച്ചികല്ലാവിടെ മസിലുകല്ലാതെ ഒന്നിട്ടായിട്ടിക്കര അയാള് കണ്ടുപിടിച്ചത്. എന്തേ കണ്ടുപിടിക്കണമെന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ നിസായുടെ 56-ാമത്തെ ആയത്തായിട്ടിക്കരുത്. 56-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ല കുല്ലമ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. സൂറത്തുൽ നിസാ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ല എങ്ങനെയാ ചൊല്ലുന്നുണ്ടെങ്കിൽ നരകത്തെ ആൾമാരെ ഞങ്ങൾ കരിക്കറ നരകത്തെ കുല്ലമ നളിജത് ജുലൂദുഹും അങ്ങനെ സ്കിന്നിടെ ഞങ്ങൾ ഇങ്ങനെ കരിക്കുമ്പോഴത്തേക്കു ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ പിന്നെയും സ്കിന്നെ ഞങ്ങൾ വേറെ വേറെ ഇട്ട് കൊടുക്കുറാന്നിട്ടായിട്ട് ഖുർആനിൽ അല്ലാഹു ചൊല്ലുണ്ട്. നരകത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ സ്കിൻ ഇങ്ങനെ കരഞ്ഞ കണിക്കമേ പിന്നെയും വേറെ വേറെ സ്കിന്നുകൾ അല്ലാഹു ഞങ്ങൾ എന്താക്കട ഇട്ട് തണ്ട. എന്തിനേക്ക് അല്ലാഹു ചൊല്ലേക്ക് ഒരു റീസൺ അല്ലാഹു ചൊല്ലാത് ലിയദൂഖുൽ അദാബ്, ലിയദൂഖുൽ അദാബ് അങ്ങനെ ശിക്ഷ അനുഭവിക്കണമേനായിട്ട് ചൊന്നിട്ടായിട്ട് പടച്ചുറപ്പ് ഞങ്ങളെ ടീച്ചറുണ്ട്. അപ്പൊ ശിക്ഷ അനുഭവിക്കണമേനായിട്ട് അള്ളാഹു ഞങ്ങൾ എന്താക്കട നരകത്തില് സ്കിന്നിടെ എഗൈൻ എന്താക്കട ഞങ്ങൾ തണ്ടാ ചെന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലുണ്ട്. അപ്പൊ ഈ ആയത്തിലെ അടിസ്ഥാനത്തില് ഈ തായ്ലൻഡിലെ സയന്റിസ്റ്റ് താജ്ടൻ തെഹസൻ ചൊല്ലിയ യഥാർത്ഥത്തില് ഇതുകൊണ്ട് അർത്ഥാവിടെ എന്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ മജ്ജക്ക് മസിലുകല്ല നൊമ്പലാവിടെ പിന്നമ മനുഷ്യരുടെ സ്കിന്ന് കയറ്റിക്കറ് നൊമ്പലാവിടെ ചെന്നിട്ടായിട്ട് അയാൾ കണ്ടുപിടിച്ചത്. ഇല്ലണ്ടെങ്കിൽ പടച്ച പ്രഭുയുടെ ഖുർആൻ അങ്ങനെ ചൊല്ലാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മസിലിനെ ഞങ്ങൾ പിന്നെയും പിന്നെ തണ്ടാ ചെന്നിട്ടല്ല ഖുർആൻ ചൊല്ലേ. പിന്നമ നരകത്തില് മനുഷ്യന്മാരിങ്ങനെ കരഞ്ഞ കണിക്കമേ അതുകൊണ്ട് സ്കിന്നിടെ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ചേഞ്ചസ് ആക്കി കൊടുക്കാന്നിട്ടായിട്ട് ഖുർആൻ ചൊന്നെ. എന്തേ കാരണം എന്തേ അവನು നമ്പൽ അനുഭവിക്കുന്നത് ചൊന്നിട്ടായിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കു ഈ ഒരു ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ്ങ ചൊല്ലാറ് ഒരു മനുഷ്യ ഒരു നാൾക്ക് നരകത്തിൽ പോയിണ്ടെങ്കിൽ 70,000 പട്ട അല്ലാഹു തആല സ്കിൻ ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുക്കുക ചൊന്നിട്ടായിട്ട് ഓർക്ക ചെണ്ടപ്പെട്ടല്ല നരകത്തിങ്ങനെ കരഞ്ഞ അവന്റെ സ്കിന്നിടി കരഞ്ഞിട്ട് അവിടെ തീനല്ല പിന്നെയും അല്ലാഹു തആല എന്താക്കട സ്കിന്നിട്ട് കൊടുക്കറ പിന്നെയും കര പിന്നെയും സ്കിന്നിട്ട് കൊടുക്കറ പിന്നെയും കര
ഒരു നാൾക്ക് 70,000 പട്ട ഇങ്ങനെ സ്കിൻ അള്ളാഹു ചേഞ്ച് ആക്കിയിട്ട് പിന്നെയും പിന്നെയും അള്ളാഹു കൊണ്ട് കരിക്കറ ചെന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ്ങ പിടിപ്പാട്ടാറ്. അത് മാത്രല്ല, ഇങ്ങനെ നോക്കൂ, ഇന്നിപ്പോ ഏതൊരു വിഷയത്തിലും യൂസ് ആക്കടെ ഒരു ആധാർ കാർഡ് ആവട്ടെ, അല്ലണ്ടെങ്കിൽ ഒരു കൊലക്കേസ് നടന്നിട്ടുണ്ടെങ്കിലും, അല്ലണ്ടെങ്കിൽ എങ്ങനത്തെ ഒരു സന്ദർഭത്തിലും യാരെ യൂസ് ആക്കണുണ്ട്, കൈ ഫിംഗർ ആയിട്ടിക്കര് യൂസ് ആക്കടെ. ഒരു ഓഫീസിൽ പോകേണ്ട സന്ദർഭത്തിലും അവിടെയും യൂസ് ആക്കടെ ഫിംഗർ ആയിട്ടിക്കര്. ഇങ്ങനെ ഈ ഞങ്ങൾ ബെർലിക്ക് ചെറിയ പവർ എന്തോ അല്ല, വലിയ പവർ ആയിട്ടിക്കറുള്ളു. എന്തേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ച നന്റെ പോലത്തതേ മൂക്കൂ ദുനിയാവിലുള്ള വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നൊരുത്തര പോലത്തെ മൂക്ക് പിന്നെ ആർക്കും ദുനിയാവിൽ കൊടുത്തിട്ടില്ല. കാണ്ട മാത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മൂക്കും ഒരേ പോലെ ആയിട്ടൊന്നിട്ടായിട്ടിക്കറ് ഞങ്ങൾ കാണ്ട്. യഥാർത്ഥത്തിൽ ഒരാളുടെ മൂക്കും പിന്നൊരാളുടെ മൂക്കും പോലെ ഒരു പോലെ ഇല്ലേ ഇല്ല. അള്ളാഹു അങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. ഇതേപോലെ ആയിട്ടിക്കര് പടച്ചുറപ്പും ഒരു മനുഷ്യരുടെ ബെരലിൽ നിങ്ങൾ കണ്ടിട്ടിക്കുവാറ്. ഈ ബെരലില് എത്രമാ ലൈൻസ് ഉണ്ടു, ലൈൻസ് ഗീട്ടുക ഉണ്ടു. ഈ നന്റെ കയ്യിലുള്ള ഗീട്ടുക പോലെ ദുനിയാവിൽ ഒരാളുടെ കയ്യിലുള്ള ഗീട്ടും പഠിച്ചിട്ടില്ല. അതേപോലെ നിങ്ങളതും അതേപോലെ നിങ്ങളെ പോലെ ഒരാൾക്കും അള്ളാഹു താല എന്താക്കിയിട്ടില്ല, ദുനിയാവുക ഇങ്ങനത്തെ ഒരു ലൈൻ കൊടുത്തിട്ടില്ല. എല്ലായിടത്തും വ്യത്യസ്തമായ ലൈൻ ആയിട്ടിക്കരുത്. അതിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആധാർ കാർഡ് അടക്കം ആക്കട സന്ദർഭത്തില് ഞങ്ങൾ 5 ഫിംഗർ എന്താക്കട എടുക്കാറ്. എന്തേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലത്തെ ഒരു ഫിംഗർ വേറൊരുത്തേക്ക് ഇല്ല, വേറൊരുത്തേക്ക് അള്ളാഹു പഠിച്ചിട്ടില്ല. അതായിട്ടിക്കര് ഇതിന്റെ പവർ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു കൊലക്കേസ് നടന്ന സ്ഥലത്തേക്ക് ഫസ്റ്റ് അവിടെ ബെരലച്ച് തജ്ഞന്മാർ ഉണ്ടാറ്, ബെരലച്ച് ആൾമാർ. എന്തിനേക്ക് ഈ കൊലയ്ക്ക് പോയോണ്ട് ബെരല് മാത്തു അവിടെ ബ്ലഡിൽ മാത്തു എവിടെങ്കിലും അവിടെ ബെരലിന്റെ അച്ച് മാത്തു കിട്ടാ ചൊന്നിട്ട് കണ്ടു നോക്കാറ്. എന്തിനേക്ക് അത് വേഗ ഭാരി ഈസി ആയിട്ടിക്കര് അങ്ങനെ പിടിക്കണോ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ഈ വിഷയം പടച്ചുറപ്പ് ഞങ്ങളെ ടീച്ചർ വെച്ച സൂറത്തുൽ ഖിയാമ ആയത്ത് നമ്പർ 2-3 അല്ലാഹു തആല ഈ വിഷയം ചൊല്ല. അല്ലാഹു കേക്കടെ, അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹു ചൊല്ലേ, അയഹ്സബുൽ ഇൻസാൻ മനുഷ്യ വിചാരിച്ചു പോയാണ് എന്തിനുണ്ട്, അല്ലൻ നജ്മഅ ഇളാമ നിന്റെ മണ്ണായിട്ട് പോയ നിന്റെ മുള്ളുടെ നങ്ങ മറു ജോഡനാക്കോ ആവില്ലാത്തൊന്ന് നിങ്ങൾ വിചാരിച്ചു പോയാറാ. അള്ളാഹു നാളിട്ട് കേൾക്കുന്ന ക്വസ്റ്റൻ ആയിട്ടിക്കര്. ഞങ്ങൾ ഈ പള്ളിയുടെ കബർസ്ഥാനത്തിൽ എത്രയോ ആൾമാരെ മയ്യത്തൂടുണ്ടു, എത്രയോ ആൾമാരെ മയ്യത്തൂടുണ്ടു. എത്രമാ വർഷത്തിൽ നിന്നുള്ള മയ്യത്തായിട്ടിക്കും. ഞങ്ങൾ വിചാരിച്ചാ ഇതെന്തും പുനർജന്മായിട്ട് ഇതെല്ലാം ജോഡനിക്കലാ ചെന്നിട്ടു വിചാരിച്ചിട്ടിക്കുവാർ അല്ല. അള്ളാഹുന്റെ അയഹ്സബുൽ ഇൻസാൻ മനുഷ്യ വിചാരിച്ചു പോയാണ് അല്ലൻ നജ്മഅ ഇളാമ അവന്റെ എലുബുടെ മുള്ളുടെ നങ്ങ ഒരുമിച്ച് കൂട്ടുന്നത് സാധ്യമില്ല ചെന്നിട്ട് അവൻ വിചാരിച്ചു പോയാണ്. എന്നിട്ട് അള്ളാഹു ചൊല്ലേ, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന അവന്റെ മുള്ളുടെ മാത്രല്ല അവന്റെ കയ്യിലുള്ള ബെരലച്ചിനെ പോലും ബനാന ചെന്നെങ്കിൽ ബെരലായിട്ടിക്കര്, ഫിംഗർ ആയിട്ടിക്കര്. അപ്പൊ ബെരലുടെ അച്ച് പോലും ബനാന ചെന്ന അതായിട്ടിക്കര്. ബെരലുടെ അച്ച് പോലും എന്താക്കണ ഞങ്ങൾ പുനർജന്മാമ്പത്തുകു അതേപോലെ ഞങ്ങൾ അവനക്ക് കൊടുക്കുറാത്തിക്കര്. ഖുർആൻ ചൊല്ലേ മരിക്കരയ്ക്ക് ഒരു നാൾ മുതൽ മാത്രത്ത ഇവിടെ ഫിംഗർ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഖിയാമത്തിനാലെങ്കിൽ പിറ്റാണ്ട് അല്ലണ്ടെങ്കിൽ ഒരേ വർഷപ്പെട്ടിട്ടു ഓന്റെ പുനർജന്മ അല്ലാഹു ആക്കണ്ടെങ്കിൽ അതേപോലെ രണ്ടാമതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം ടു സെയിം ആയിട്ടിക്കര്. എന്തേ കാരണം എന്തേ പടച്ചിറപ്പ് ഔത്തോളം സാധ്യമുണ്ടോ ചെന്നിട്ടായിട്ടിക്കര്. പടച്ചിറപ്പിടെ ഖുർആൻ ഞങ്ങളെ മുന്നിൽ ചൊല്ലേ, പല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന നിന്റെ കയ്യിലുള്ള ബെരലച്ച് പോലും ആ ലൈൻസ് പോലും രണ്ടാമത് പുനർജന്മാക്കുമ്പോത്തുകു ഞാൻ അതിൽ ഒട്ടിക്കാക്കുവോ ചെന്നിട്ടായിട്ടിക്കര്. പടച്ചുറപ്പു ഞങ്ങളെട്ടിക്ക് അല്ലാഹു താല പടിപ്പാട്ടി തന്ന. അപ്പൊ എന്നുണ്ടെങ്കിൽ ഒരു വിഷയം നടത്താക്കുന്നു. ഒരു വർഷத்துக்கு മുന്നൊരു മൂന്നാറില് ഒരു ബാങ്ക് ബയോമെട്രിക് ബാങ്ക് ചൊല്ല ഒരു ബാങ്ക് ആരംഭിക്കാറ്. ഈ ബാങ്ക് ആരംഭിക്കുന്ന ഒരു കാരണമുണ്ട്, ബയോമെട്രിക് ബാങ്ക് ചൊന്നിട്ട്. എന്തേ ചൊന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നാറിലുള്ള ചൊമ്മ പൈസക്കാരന്മാർ VIP ആൾമാർ അങ്ങ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടിക്കര്, എഡ്യൂക്കേറ്റഡ് ആൾമാരല്ല. അപ്പൊ അങ്ങക്ക് ഈ ATM കാർഡ് യൂസ് ആക്കുന്നതും ചൊമ്മ ഗുന്തില്ല അങ്ങക്ക്. അപ്പൊ ഗുന്തില്ലാത്ത കാരണത്തിൽ എന്താക്കിയാർക്കുന്നുണ്ടാ അങ്ങോട്ട് ഒരു ബയോമെട്രിക് ബാങ്ക് ആക്കിയാറ്. ബയോമെട്രിക് ബാങ്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ATM ഒന്നും യൂസ് ആക്കണമെങ്കില്ല. പിന്നെ അവിടെ ഫിംഗർ പിക്ചർ മയ്യാവിടും, ഡെബിറ്റ് അക്കൗണ്ട് കോഡും ക്രെഡിറ്റ് അക്കൗണ്ട് കോഡും രണ്ടും സാധ്യമാവും. ഇങ്ങനത്തെ ഒരു ബാങ്ക് തയ്യാറാക്കിയാറ്. എന്തേ കാരണം എന്തേ ബെരലച്ച് അത്രയും പവറായിട്ടിക്കര് അങ്ങും കണ്ടത്. അപ്പൊ ബെരലച്ച് അത്രയും പവറുണ്ട്. പിന്നെ വേറൊരു വിഷയ ഒന്നും കൂടെ ഇതിലും അർത്ഥാക്കൊണ്ട് ഇതിലെങ്കിലും ചില വിദഗ്ധന്മാരെ കള്ളന്മാരിക്കാറ്.
കിടന്നപ്പ ബെറലുടെയും കട്ടാക്കി പോകുന്നത് സാധ്യത ഉണ്ട്. ATM കാർഡ് പിന്നെ ഞങ്ങളുടെ പിക്ക് പോക്കറ്റ് ആക്കിയ പോലെ ഈ കിടന്നപ്പ ബെറലുടെയും എന്താക്കുന്ന ജാഗ്രത ആക്കണോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെറലുക്ക് അത്ര പവറായിട്ടിക്കറില്ല, ഞങ്ങളുടെ ഫിംഗർക്ക് അത്രയും പവറുണ്ടോ ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ മുന്നൊരു പടിപാടി വെച്ചിട്ട്. ഇങ്ങനെ ഓരോ വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഖുർആന്റെ ഓരോ വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ ആയിട്ടിക്കരും എല്ലാ സയന്റിസ്റ്റുമാരും ഖുർആന്റെ മുന്നൊരു തലത്തക്ക് പാട്ടിയ വിഷയമായിട്ടിക്കര് ഞങ്ങൾ കാണുന്നത് സാധ്യ. അവിടെ ഒരു വിഷയമായിട്ടൊന്നും അണിപ്പാട്ട് ഇനി നോക്കൂ. ഒരു ഖുർആന്റെ വേറൊരു വിഷയം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്ര പിന്നെ ഏതൊരു ഫസ്റ്റ് ചൊല്ലണോ അതേ ഫസ്റ്റ് ചൊല്ലു, ഏതൊരു രണ്ടാമത് ചൊല്ലണോ അതിരമേ രണ്ടാമത് ചൊല്ലു. ഇത് ഖുർആന്റെ ഒരു ശൈലിയായിട്ടിക്കര്. ഉദാഹരണം ഏതുപോലെ ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ വ്യഭിചാരത്തെ ചൊല്ലി അവിടെ ഖുർആൻ ചൊല്ലുന്നുണ്ടാവും. അസ്സാനിയത്തു വസ്സാനി, അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരാക്കടെ പെണ്ണ്. രണ്ടാമത് ചൊല്ല് വ്യഭിചാരാക്കടെ ആണ് ചൊന്നിട്ടായിട്ടിക്കൽ അള്ളാഹു ചൊന്നെ. ആ ഫസ്റ്റ് വ്യഭിചാരത്തെ വിഷയം പറയുമ്പോൾ അള്ളാഹു ചൊന്നെയാണ് വ്യഭിചാരാക്കടെ പെണ്ണ്. പിന്നെ ആയിട്ടിക്കര് വ്യഭിചാരത്തെ വിഷയം ചൊല്ലുമ്പോൾ വ്യഭിചാരാക്കടെ ആണ് ചൊന്നിട്ട് ഇങ്ങനെ ചൊന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വ്യഭിചാരത്തെയും മൈൻ കാരണ ഒരു പെണ്ണായിട്ടിക്കറാൾ ചൊല്ലിക്ക് ഒരു സൂചനായിട്ടിക്ക. കാരണം പെണ്ണിടെ സ്റ്റാൻഡേർഡിൽ മാത്രം നിന്നുണ്ടെങ്കിൽ ഒരാളും പെണ്ണിടെ മുട്ട വേണ്ടില്ല, ഒരാളും ഒരു പെണ്ണിടെയും വ്യഭിചാരാക്കണക്ക് പോണ്ടില്ല. അവളെ സ്റ്റാൻഡേർഡിൽ നിക്കാണ്ടിക്കുമ്പോഴത്തേക്കായിട്ട് ഇപ്പൊ വ്യഭിചാരം നടന്നുകൊണ്ടില്ലേ. എത്രയോ ആൾമാർ ഒരു ഓഫീസിൽ ഒരു ആണും പെണ്ണും ഇങ്ങനെ വർക്കാക്കട തന്നെ കണ്ടോണ്ടുള്ള ഒരു ഇങ്ങനെ വർക്കാക്കട സന്ദർഭത്തിൽ ആ പരസ്പരം ഇങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു ടച്ചിങ് ചൊല്ലത് വ്യഭിചാരത്തിന് ഒരു കാരണമാണ്. ഒരു പെണ്ണായവളും എത്ര ആന്റെ മുട്ടാവടാണ് അത്രയും അതിരെ കാണ യാറാ അവൻ മുട്ടാവട. അപ്പൊ മൈൻ വ്യഭിചാരത്തിലുള്ള കാരണ പെണ്ണായിട്ടിക്കറാണ്. പെണ്ണിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നുണ്ടെങ്കിൽ വ്യഭിചാരം നടക്കില്ല. അതായിട്ടിക്കർ ഖുർആൻ ചൊല്ലി അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരാക്കടെ പെണ്ണ് പിന്നായിട്ടിക്കർ അള്ളാഹു ചൊല്ലി വ്യഭിചാരാക്കടെ ആണ് ചൊന്നിട്ടു. അതേ സന്ദർഭത്തിൽ കക്കടെ വിഷയം ചൊല്ലുമ്പോൾ അസ്സാരിഖു വസ്സാരിഖ, അസ്സാരിഖു വസ്സാരിഖത്തു, അസ്സാരിഖു ചൊല്ലുന്നുണ്ടെങ്കിൽ കക്കടെ ആണ്, ഒസാരിഖത്തു കക്കടെ പെണ്ണ്. കക്കടയുടെയും അള്ളാഹു ഉണ്ടാക്കില്ല, പെണ്ണിടെ പൊട്ടിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പയും കുറെ ഹാൾക്ക് പോയിട്ടുണ്ടെങ്കിൽ കണ്ട് ചെറിയ ചെറിയ മക്കളെ പിന്നെ മാലിന്റെ പൊട്ടുപാട്ടിട്ട് കൊമ്പോണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിൽ മാലിന്റെ പൊട്ടുപാട്ടി കൊമ്പോണ്ടത്, അതും പുറത്തിറപ്പ് ചൊന്ന് വെച്ച അസാരിഖ് ആയെങ്കില കക്കടെ വിഷയം ചൊല്ലുമ്പോൾ അള്ളാഹു താല ഫസ്റ്റ് ചൊന്നാരെ ആനടെ ആയിട്ടിക്കര്. കാരണം കക്കടെ വിഷയത്തിൽ ഏറ്റവും വലിയ വിദഗ്ധന്മാരായിട്ടിക്കറാണ് ആണിങ്ങ. അതേപോലെ പെണ്ണിങ്ങം ഉള്ളാറ് ചൊന്നിട്ടായിട്ടിക്കര് ഒസാരിഖത്ത് ചൊന്ന്. ഇങ്ങനെ ഖുർആന്റെ ഓരോരോ വിഷയം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ അത്ഭുതമായിട്ടിക്കർ നിങ്ങൾ കണക്കൂറില്ലേ. അതായിട്ടിക്കർ ഖുർആൻ ഹക്കീം ചൊല്ലത് പഠിച്ചപ്പോൾ ഞങ്ങളെ സ്വന്തം വെച്ച് അള്ളാഹു താലാന്റെ ഖുർആന്റെ ധാരാളമായ വിഷയ പഠിക്കണകും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണകും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.